സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നമ്മളെല്ലാവരും തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ മൊബൈൽ കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനായിട്ട് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യും, അല്ലെങ്കിൽ ഒരുപാട് ഷോർട്ട് കട്ടുകൾ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ മൊബൈലിൽ ഇതുപോലെ സൈഡ് ബാറിൽ എല്ലാ ആപ്ലിക്കേഷനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു വിരൽത്തുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ചാലോ? അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും. വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോയുടെ അവസാനം ഈ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ്. നമുക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇടതുഭാഗത്തേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഇവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പെർമിഷൻ ചോദിക്കും. ഇവിടെ ഗ്രാൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇപ്പോൾ ഇവിടെ ഒരു റെഡ് കളർ ബട്ടൺ ആയിരിക്കും ഉണ്ടാകുക. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ അത് ഗ്രീൻ ആയിട്ടുണ്ടാകും. ഇപ്പോൾ സൈഡിൽ ഒരു വൈറ്റ് കളറിൽ ഒരു ബാർ വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ താഴെയായിട്ട് ഒരു ഗ്രീൻ കളറിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എനബിൾ സർവീസ് ആൻഡ് ബൂട്ട് എന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ അൺലോക്ക് പ്രോ ഫീച്ചർ എന്ന ഭാഗമൊക്കെ ഉണ്ട്. നമുക്ക് ആ പ്രോ വേർഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ട്രിഗർ ഓപ്ഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഷോ ട്രിഗർ ഏരിയ എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഇവിടെ സെറ്റ് ഡയമെൻഷൻ എന്നൊരു ഭാഗമുണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റ് എത്ര വേണം എന്ന് നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. അതിനുശേഷം വിഡ്ത്ത് നമുക്ക് എത്രത്തോളം വേണം എന്നത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. കുറച്ച് ഞാൻ കൂട്ടി കൊടുക്കുകയാണ്. അതിനുശേഷം പൊസിഷൻ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് വേണ്ടത്, ഏറ്റവും മുകളിൽ വേണോ, അതുപോലെ തന്നെ മധ്യഭാഗത്ത് വേണോ, താഴെ വേണോ എന്നൊക്കെ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഏറ്റവും ഒരു മധ്യഭാഗത്തായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് ക്ലോസ് ചെയ്യാം. ഇവിടെ ട്രിഗർ സൈഡ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, അതായത് നിങ്ങൾക്ക് റൈറ്റ് സൈഡ് വേണോ ലെഫ്റ്റ് സൈഡ് വേണോ എന്നത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ട്രിഗർ ഏരിയ കളർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൈഡ് ബാറിന് നിങ്ങൾക്കൊരു കളർ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ കളറിൻ്റെ കപ്പാസിറ്റി ട്രാൻസ്പെറൻസി നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സെലക്ട് കൊടുത്തു. ഇപ്പോൾ ആ ബാർ ഇവിടെ കളർ മഞ്ഞയായിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രിഗർ മെത്തേഡ് എന്ന ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോൾഡ്, ഡ്രാഗ്, അല്ലെങ്കിൽ ഫ്ലിങ്, സ്വൈപ്പ്, അല്ലെങ്കിൽ ക്ലിക്ക് ഏതാണ് വേണമെന്നുള്ളത് നിങ്ങൾക്കിവിടെ തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ക്ലിക്ക് എന്ന ഭാഗം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ വാട്സപ്പ് തന്നെ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്കിപ്പോൾ ഫേസ്ബുക്കിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബിലേക്കോ മറ്റോ പോകണമെന്നുണ്ടെങ്കിൽ ഈ ബാറിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എല്ലാ ആപ്ലിക്കേഷൻസുകളും ഇവിടെ ഈ രൂപത്തിൽ കാണാവുന്നതാണ്. ഇനിയിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തിരഞ്ഞെടുത്തിട്ട് നമുക്കിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാതെ തന്നെ നമുക്ക് ഏത് ആപ്ലിക്കേഷനും ഈ ഒരു സൈഡ് ബാറിലൂടെ, ഈ ഒരു ട്രിക്കിലൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.